ിരിക്കുന്ന വസ്തുത എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പുണ്യ സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആരാണെങ്കിലും ശരി, ഏത് കുടുംബത്തിൽ പിറന്നവളാണെങ്കിലും, ഏത് സമ്പന്നന്റെ ഭാര്യയാണെങ്കിലും, ഏത് തരത്തിൽ ജീവിക്കുന്ന പെണ്ണാണെങ്കിലും, പെണ്ണെ, നിന്നെ കുറിച്ചാണ് ഹബീബ നബി തങ്ങൾ ഓർത്തിട്ട് പൊട്ടിക്കറിഞ്ഞത്. ആ നബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അതേ മോളെ, പൊന്നുമോളെ ഫാത്തിമ, അലിയുടെ മരുമകനായ അലിയെ ഞാൻ കണ്ടു ഒരുപാട് സ്ത്രീകളെ അല്ലാഹു തആല പെണ്ണുങ്ങളെ ശിക്ഷിക്കുന്നു ബി അൻവാഇൽ അദാബ്, ശിക്ഷയുടെ വിവിധ ഇനങ്ങളെ കൊണ്ട്, ശിക്ഷയുടെ വിഭിന്ന രൂപങ്ങളെ കൊണ്ട് അല്ലാഹു തആല പെണ്ണുങ്ങളെ, സ്ത്രീകളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽപ്പെട്ട ഒരു പെണ്ണാരെന്നറിയുമോ? ഇംറാത്തുൻ, ഒരു പെണ്ണാണ്. മുഅല്ലഖത്തുൻ, അവളെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബിശാരിയ, അവളുടെ മുടിയെ നരകത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ തലച്ചോറിങ്ങനെ ശക്തമായി തിളച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേ സഹോദരി, നിന്റെ മുടിയെ അല്ലാഹു തആല നരകത്തിൽ കെട്ടിയിടപ്പെട്ടിട്ട് നീ വാഴക്കൊല തൂങ്ങുന്ന പോലെ തൂങ്ങി ആടുകയാണ്. അല്ലെങ്കിൽ പ്രേമ നൈരാശ്യത്തിലേക്ക് അകപ്പെട്ടിട്ട്, അല്ലെങ്കിലോ തന്റെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടവന്റെ വീട്ടിൽ ഓടിപ്പോയിട്ട് അവസാനം അവന്റെ വീട്ടുകാരൻ നിന്റെ വീട്ടുകാരൻ സ്വീകരിക്കാതിരിക്കുമ്പോൾ ഒരു ഷാളിന്റെ അറ്റത്ത് തൂങ്ങിച്ചാവുന്ന രംഗമില്ലേ? ഇങ്ങനെ ആടി ആടി ഉലയുന്ന അവസ്ഥയില്ലേ? ഇതുപോലെ നിന്റെ മുടിയെ നരകത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിട്ട് നിന്റെ തലച്ചോറ് തളച്ചിട്ട് ആ നരകത്തിൽ ഇങ്ങനെ ആടി കളിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈ പെണ്ണ് ഏതാണ്? ആ പെണ്ണ് ചെയ്ത തെറ്റെന്താണ്? സ്വന്തം തലമുടിയെ നരകത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിട്ട് തലച്ചോറ് തിളക്കുന്ന ആ വലിയ മൃഗം, വലിയ കടുപ്പമുള്ള ശിക്ഷ അനുഭവിക്കുന്ന പെണ്ണാരാണെന്ന് ഹബീബായ റസൂലിനോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറയാണ്, അതെ, എന്റെ സമുദായത്തിൽപ്പെട്ട പെണ്ണാണ്. ലാ തസ്തുറു ശഅറഹാ മിനദ്ദിജാലി, അവൾ കോളേജിൽ പോകട്ടെ, പ്ലസ് ടുവിന് പഠിക്കട്ടെ, പ്ലസ് വണ്ണിന് പഠിക്കട്ടെ, ഡിഗ്രിക്ക് പഠിക്കട്ടെ, എഞ്ചിനീയറിംഗിന് പഠിക്കട്ടെ, MBBS പഠിക്കട്ടെ, LLBക്ക് പഠിക്കട്ടെ, ഏത് MBAക്ക് പഠിക്കട്ടെ, അവളുടെ സഹോദരി വെളിയിലേക്ക് പോകുമ്പോൾ അന്യ പുരുഷന്റെ കണ്ണിൽ പെടുന്നതിൽ നിന്നും തന്റെ തലയെ മറക്കാകുന്ന പോകുന്ന പെണ്ണാണ്. ആഡിറ്റോറിയത്തിലേക്ക് നീ കല്യാണത്തിന് പോകുന്ന കോലം, എന്റെ സഹോദരി, നീ മരിച്ചുപോയാൽ പോകുന്ന വഴിയിൽ മരിക്കട്ടെ, വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയിൽ മരിക്കട്ടെ, നീ തല മറക്കാതെ സാരിയുടെ തുമ്പ് പോലും നിന്റെ തലയിലിടാതെ നീ തല തുറന്നിട്ട് പോകുന്നില്ലേ? ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി പോകുന്നില്ല സഹോദരി. നിന്റെ തലയുടെ മുടി നാളെ ആഖിറത്തിൽ നരകത്തിൽ ബന്ധിപ്പിച്ചിട്ട് തലച്ചോറ് തിളപ്പിക്കും അല്ല എന്നാണ് ഹബീബ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. എന്റെ സഹോദരിമാരെ ഒന്ന് ചിന്തിക്കും, ഈ സെക്കൻഡിൽ മരിച്ചുപോയാൽ നിന്റെ അവസ്ഥ എന്താണ്? എന്റെ രക്ഷകർത്താക്കളെ ഒന്ന് ചിന്തിക്കും. നമ്മുടെ പ്ലസ് വണ്ണിന് പോകുന്ന മകളുടെ കോലം, MBBSന് പഠിക്കുന്ന മക്കളുടെ കോലം, ആ പെൺമക്കള് കുമാരികളായിട്ട് പോവല്ലേ, സീരിയൽ നടിമാരെ പോലെ അല്ലേ പോവല്ലേ, തലമറക്കുന്നില്ല. രക്ഷകർത്താക്കൾക്ക് പ്രശ്നമില്ല. നമ്മുടെ ഭൗതിക പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന്റെ പേരും പറഞ്ഞിട്ട് ആ വിദ്യാഭ്യാസം തലക്ക് പിടിച്ചിട്ട് എന്റെ മകൾ ഏത് കോലം കെട്ടിപ്പോയാലും കുഴപ്പമില്ല, വിദ്യാഭ്യാസം കിട്ടിയാൽ മതി. 15ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടി മുട്ടുവരെയുള്ള പാവാടി കൊടുത്ത് ഇത്രയുള്ള ബ്ലൗസ് ഇട്ട് മുടി രണ്ടായി പിന്നി റിബണും കുത്തിയിട്ട് നാളമില്ലാതെ നീ വിടുന്നുവെങ്കിൽ നിന്റെ മോളെ വിടുന്നത് നാളെ നരകത്തിൽ കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ടാണ്. വേണോ വേണ്ടേ തീരുമാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ ഭാര്യമാരുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഉമ്മമാരുടെ അവസ്ഥ എന്താണ്? നമ്മുടെ പെങ്ങന്മാരുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് തല മറക്കിൻ സഹോദരിമാരെ, തല മറക്കിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വൽയദ്രിബന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിൻ. സഹോദരിമാരെ നാലാമതായി അല്ലാഹു പറയുന്നു, വൽയദ്രിബന ബിഖുമരിഹിന്ന, അവരുടെ തല മറച്ചിരിക്കുന്ന മക്കനയില്ലേ, ആ മക്കനയുടെ ഒരു ഭാഗം അത് താഴ്ത്തിയിരട്ടെ, അലാ ജുയൂബിഹിന്ന, അവരുടെ മാർവിടത്തിന്റെ ഭാഗത്തേക്ക്. തലയിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ ആ വസ്ത്രത്തിന്റെ അറ്റം നിന്റെ മാർവിടവും കൂടി മറച്ചു കൊള്ളട്ടെ.
കഴുത്തു മറക്കട്ടെ, താലി മറയട്ടെ, മാല മറിയട്ടെ, നിന്റെ കയ്യിലിരിക്കുന്ന വളകൾ മറയട്ടെ, ആരും കാണണ്ട. നിന്റെ സൗന്ദര്യം നീ കാണിക്കേണ്ടത് നിന്റെ ഭർത്താവിനെടുക്കലാണ്. അന്യ പുരുഷന്മാരെയല്ല. അവസാനം എന്ത് ചെയ്യുന്നു? ഭർത്താവ് കാണേണ്ട ശരീരം അന്യ പുരുഷന്മാരെ കണ്ടാസ്വദിക്കുക. ഭർത്താവ് വരുമ്പോഴോ വലിയൊരു മേച്ചിട്ട് മൂടി പൊറച്ച്, എന്നിട്ടോ കരിയും വാരി തേച്ച് അല്ലെങ്കിൽ കാഷ്ടമൂത്രം വരും നാറുന്ന അവസ്ഥകൾ. അതുകൊണ്ട് ഭർത്താവ് എന്ത് ചെയ്യും? സ്വന്തം ഭാര്യയെ നല്ലപോലെ കാണാൻ കിട്ടൂല. അതുകൊണ്ട് അന്യ പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടി പോകും. അല്ലേ? ഭാര്യ എന്ത് ചെയ്യാൻ? പെണ്ണ് അവളുടെ സൗന്ദര്യമൊക്കെ പ്രദർശിപ്പിക്കാൻ നല്ല ബോഡി ഫിറ്റ് വസ്ത്രക്കിട്ട് ചൂരിദാരക്കിട്ട് അവള് പോവുക, തന്റെ ശരീരത്തിന് മുഴുവൻ വടിവും കാണിക്കാൻ അന്യ പുരുഷന്. അവസാനം അവളുടെ ഭർത്താവോ അന്യ പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടി പോകുന്ന അവസ്ഥകൾ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുടുംബം ശിഥിലമാവുകയാണ്. എന്റെ പൊന്നു സഹോദരിമാരെ, യുവതികളെ, നിങ്ങൾക്ക് നരകത്തിൽ നിങ്ങളുടെ തലമുടി ബന്ധിപ്പിക്കപ്പെടാതിരിക്കാൻ ആഗ്രഹമുണ്ടോ? നാളെ നരകത്തിൽ കടക്കാതിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ആരെന്തു പറഞ്ഞാലും കൊള്ളാം, നീ നിന്റെ സ്വന്തം ശരീരം രക്ഷപ്പെടുത്തുക. ഇനി ദുനിയാവിൽ ഒരാൾക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും, അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ടെന്ന് പറയാൻ. പക്ഷേ നാളെ ആഖിറത്തിൽ ഒരാൾ നിന്റെ കൂടെ ഉണ്ടാവൂല. ഫാത്തിമ റളിയല്ലാഹു തആലയോട് നബി തങ്ങൾ പറഞ്ഞു, മോളെ ഫാത്തിമ, നീ ദുനിയാവിൽ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, കഴിവ് ഞാൻ തരാം. പക്ഷേ നാളെ ആഖിറത്തിൽ മുഹമ്മദിൻ നീ മോളാന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. നിന്റെ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടാൻ തന്നെ വഴി നീ നോക്കിക്കൊള്ളണം. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മോളോട് പറഞ്ഞ വാക്കതാണെങ്കിൽ, എന്റെ പൊന്നു സഹോദരിമാരെ, ഒരു ഭർത്താവിനും ഒരു ബാപ്പയ്ക്കും ഒരു ഉമ്മയ്ക്കും ഒരു ആങ്ങളയ്ക്കും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂല. നീ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കും. എന്റെ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാനുള്ള വഴി തുറന്നു കൊടുക്കിൻ. ഇവിടെ എന്താ പ്രശ്നം? ഏതെങ്കിലും ഒരു പെണ്ണ് വയത് കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഉപദേശം കേട്ടിട്ട് തട്ടിടാൻ വേണ്ടി ഫർദിടാൻ വേണ്ടി തയ്യാറായാൽ ഭർത്താവ് എന്താ പറയാ? അതിട്ട് എന്റെ കൂടെ വരണ്ടേ, നീ ഫർദിട്ട് എന്റെ കൂടെ വരണ്ട, വേണമെങ്കിൽ എല്ലാം കാണിക്കും, മറ്റവർക്കും കൂടി കാണാൻ തക്കുള്ള വസ്ത്രം ധരിച്ചിട്ട് വന്നാ മതി. അല്ലേ? നീ നാളെ ആഖിറത്തിൽ അതെ നിന്നെ പരലോകത്ത് കണ്ടുമുട്ടും. എന്റെ ഭാര്യയല്ലേ, ഒരുപാട് നാൾ എന്റെ കൂടെ കഴിഞ്ഞതല്ലേ, എന്റെ ഹൃദയത്തിന്റെ കഷ്ണമല്ല, ഹൃദയത്തിന്റെ തുടിപ്പൊക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സുബ്ഹാനല്ലാഹ്ക്ക് വേണ്ടി നിന്റെ ഭാര്യയ്ക്ക് നീ ഓടിപ്പോകും. പക്ഷേ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ, നിന്റെ ഭാര്യ നെട്ടോട്ടമോടും, നിന്നെ മുഖം തരൂല. അതെ, ദുനിയാവിൽ നീ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി വസ്ത്രം ധരിപ്പിച്ചവന നീ, നിന്നെ കാണാൻ എനിക്ക് അവകാശമില്ല. ഓടുകയാണ് സിംഹത്തെ കാണുമ്പോൾ വിരണ്ടോടുന്ന പോലെ. ഉണ്ട് പൊന്നു സഹോദരന്മാരെ, നിങ്ങളുടെ പെൺമക്കൾക്ക്, നിങ്ങളുടെ പെങ്ങന്മാർക്ക്, നിങ്ങളുടെ ഉമ്മമാർക്ക്, നിങ്ങളുടെ സ്വന്തം ഭാര്യമാർക്ക് അതേ നരകത്തിൽ അവരുടെ മുടികൾ ബന്ധിപ്പിക്കപ്പെട്ട് തലച്ചോറ് തിളക്കാതിരിക്കണം വല്ല ആഗ്രഹമുണ്ടെങ്കിൽ തീരുമാനമെടുക്കിൻ. അവരെ തലയിലിട്ടിരിക്കുന്ന മക്കന അത് മാറിവിടത്തിൽ കൂടി താഴേക്ക് വരട്ടെ, ഒന്നും ജനങ്ങൾ കാണാതിരിക്കട്ടെ. അല്ലാഹു തആല പഠിപ്പിച്ചു, ഈമാനുള്ള ആണുങ്ങളും ഈമാനുള്ള പെണ്ണുങ്ങളും രണ്ടുപേരും കണ്ണിനെ നിയന്ത്രിക്കുക, ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കുക. സ്ത്രീകൾ പ്രത്യേകിച്ച് അവിടെ സൗന്ദര്യം മറ്റുള്ളവർക്ക് പ്രകടമാക്കാതിരിക്കുക. പിന്നെയോ അതുപോലെ തന്നെ അവരുടെ തലയിലിട്ടിരിക്കുന്ന വസ്ത്രം അത് മാറുവിടത്തിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. എന്നിട്ട് അള്ളാഹുവിന്റെ സുഖടിപ്പിക്കുക. ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനെ അപ്രതീക്ഷിതമായിട്ട് കാണേണ്ട ഒരു അവസ്ഥയുണ്ടായി, ഏതെങ്കിലും ഒരു പുരുഷന് ഒരു അന്യ പെണ്ണിന്റെ സൗന്ദര്യത്തിലേക്ക് അവിചാരിതമായി നോക്കേണ്ട അവസ്ഥ ഉണ്ടായാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അവിചാരിതമായി അപ്രതീക്ഷിതമായിട്ട് നോട്ടം പറിച്ചതെങ്കിൽ ഉടനെ തന്നെ തന്റെ കണ്ണിനെ താഴ്ത്തിയാൽ, ആ നോട്ടത്തെ അവൻ ഉപേക്ഷിച്ചാൽ അബ്ദലഹുല്ലാഹു, അള്ളാഹ് അവന് പകരം നൽകും. ആ നോട്ടം ഉപേക്ഷിച്ചതിന് പകരം എന്താ നൽകുന്നറിയാവോ? ഇബാദത്തൻ, അവന് ഇബാദത്ത് ചെയ്യണ ഭാഗ്യം കൊടുക്കും. യജിദു ഹലാവതഹു ഫീ ഖൽബിഹി, ആ ഇബാദത്തിന്റെ മാധുര്യം അവന്റെ ഹൃദയത്തിൽ അവനക്ക് അനുഭവിക്കാൻ സാധിക്കും. അല്ലാഹു അക്ബർ. ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന നിസ്കാരത്തിന്റെ രസം, ഞാനും നിങ്ങളും ഓർന്ന ഖുർആൻ ഷരീഫിന്റെ രസം, മാധുര്യം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അനുഭവിക്കാൻ തൗഫീഖ് കിട്ടും. എപ്പോഴാണ്? അന്യ പുരുഷന്മാരെ അന്യ സ്ത്രീകളെ നോക്കുന്ന നോട്ടം ഉപേക്ഷിക്കാൻ തയ്യാറാവി. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, മൻ തറക, ആരെങ്കിലും ഉപേക്ഷിച്ചാൽ,
നളറത ഇലാ മഹാസിനി ഇംറാത്തിൻ, ഒരു പെണ്ണിലേക്ക് നോക്കുന്നതിനെ, ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിലേക്ക് നോക്കുന്ന ആരെങ്കിലും ഉപേക്ഷിച്ചു, മഖാഫത്തല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചിട്ട്. പെണ്ണിന്റെ ആങ്ങളെ പിടിച്ചിട്ടല്ല, കാത്തിരിക്കുക ബസ് സ്റ്റോപ്പില്, കാത്തിരിക്കുമ്പോണ്ട് പെണ്ണിങ്ങനെ വരിക കൊഞ്ചിക്കൊഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോണ്ട് അവളുടെ സഹോദരൻ പോണോ, അപ്പം മാറി. നിങ്ങൾ അവിടെ വാപ്പയെ കണ്ടു മാറി, അല്ലെങ്കിൽ അയൽവാസിയെ കണ്ടു, അല്ലെങ്കിലോ നമ്മൾ നല്ല പുള്ളിയല്ലേ, നല്ല പുള്ളി ചമയാണ്, അപ്പൊ അവൻ കണ്ടു, അത് പറ്റൂല. ജനങ്ങളെ പേടിച്ചിട്ടല്ല, മഖാഫത്തൻ ലില്ലാഹ്, അള്ളാഹിനെ പേടിച്ചിട്ട്. അള്ളാഹുവിനെ പേടിച്ചിട്ട് ആരെങ്കിലും നോട്ടം ഉപേക്ഷിച്ചാൽ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, അബ്ദൽതുഹു, അല്ലാഹ് പറയുന്നു, ഞാൻ അവന്റെ ഹൃദയത്തിലേക്ക് പകരം കൊടുക്കും, ഈമാനൻ ഈമാനൻ, ഈമാൻ ഇട്ട് കൊടുക്കും, യജിദു ഹലാവതഹു ഫീ ഖൽബിഹി, ആ ഈമാന്റെ മാധുര്യം അവന്റെ ഹൃദയത്തിൽ അവനക്ക് അനുഭവിക്കാൻ സാധിക്കും. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അനുഭവിച്ച പോലെ, ബിലാൽ തന്നെ അനുഭവിച്ച മാധുര്യം, ഈമാന്റെ മാധുര്യം. ഉമയ്യ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ദുഷ്ടൻ, നീചൻ, അവൻ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ രാത്രികാലം മൊത്തം പീഡിപ്പിച്ച് ശരീരം അടിച്ചു പൊട്ടിച്ചിട്ട് അദ്ദേഹത്തെ ചുട്ടുപൊള്ളുന്ന മണൽത്തരിയിൽ പകൽ സമയത്ത് കടത്തും. ആ സമയത്ത് അദ്ദേഹത്തെ വീണ്ടും മർദ്ദിച്ചിട്ട് പറയും, നീ പറ, നീ ഒന്ന് പുറത്തുപോ, നീ ഏതൊരു ദീനിലാണ് വിശ്വസിച്ചത്, ആ ദീനിൽ നിന്നും നീ പിന്മാറിയാൽ ഈ ശിക്ഷാമുറ ഇല്ലാണ്ടാക്കാം, നിർത്താം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ എന്ന് പറഞ്ഞു, അഹദ് അഹദ്, ഒരു തരി പിന്മാറുന്ന പ്രശ്നമില്ല, ഞാൻ ഏകനായ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ ഇസ്ലാമിലേക്ക് വന്നു, സ്വതന്ത്രനാക്കപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു സ്വതന്ത്രനാക്കി. സ്വതന്ത്രമാക്കപ്പെട്ടതിന് ശേഷം ബിലാൽ അവനോട് ചോദിച്ചു, സഹാബാക്കള്, അല്ല ബിലാലെ, ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാടുമ്പോഴും നിങ്ങൾ ഒരു ചാഞ്ചല്യമില്ലാതെ ദൃഢചിത്തതയോട് അഹദ് അഹദ് എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു? അദ്ദേഹം പറയാണ്, ഞാൻ ഉമയ്യ ഇബ്നു ഖലഫിന്റെ കിങ്കരന്മാർ എന്നെ മർദ്ദിക്കുമ്പോഴും പീഡിക്കുമ്പോഴും അജിദു ഹലാവത്തൽ ഈമാൻ ഫീ ഖൽബി, എന്റെ ഹൃദയത്തിൽ ഞാൻ ഈമാന്റെ മാധുര്യം അനുഭവിക്കുകയാണ്. ഈമാന്റെ മാധുര്യത്തിന് മുമ്പിൽ ശിക്ഷയുടെ കാഠിന്യം ഞാൻ അറിഞ്ഞേയില്ല. നമ്മളോ നിസ്കാരത്തിന് കൈകെട്ടി കൊതുകടിക്കുമ്പോഴേക്കും അല്ലാഹു അക്ബർ, എല്ലാ നിസ്കാരം പോയി. ഒരു കൊതുകടിക്കുമ്പോ പിന്നെ പള്ളിക്കമ്മിറ്റിക്കാർ തലയിൽ കയറും, എന്താടാ കൊതുക് മറിച്ചും പള്ളിയിൽ, അല്ലേ? നമ്മളത്രേ ഉള്ളൂ ഈമാൻ. എന്ത് മാധുര്യം, എന്ത് രസം! അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് തരട്ടെ. കൊണ്ട് എന്റെ പൊന്നു സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ വഴി പറഞ്ഞു തരികയാണ്, എനിക്കും നിങ്ങൾക്കും അള്ളാഹ് നൽകിയിരിക്കുന്ന ഈമാന്റെ മാധുര്യം അനുഭവിക്കണോ എങ്കിൽ നീ അന്യ പെണ്ണുങ്ങളെ നോക്കുന്ന പരിപാടി നിർത്തുക. എന്നിട്ടോ നിനക്ക് അള്ളാഹ് നോക്കാൻ നൽകിയ പെണ്ണിന്റെ ഭാര്യയെ നോക്കിക്കോ. അള്ളാഹുവിന്റെ റസൂൽ അവിടെയും പഠിപ്പിച്ചു. നീ കുടുംബജീവിതത്തിന്റെ വിഷയത്തിൽ പറഞ്ഞൊന്നും എനിക്കറിയില്ല. ഒരു ഭർത്താവ് തന്റെ ഭാര്യയിലേക്ക് സ്നേഹത്തിന്റെ നോട്ടം നോക്കിയാൽ, ഒരു ഭാര്യ തന്റെ ഭർത്താവിലേക്ക് സ്നേഹത്തിന്റെ നോട്ടം നോക്കിയാൽ, നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മത്തിൻ, കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കും അവരിലേക്ക്. ഇന്നോ സ്വന്തം ഭാര്യയെ നോക്കാൻ സമയമില്ല, അല്ലെ? സ്വന്തം ഭാര്യയിലേക്ക് കാരുണ്യത്തിന് നോക്കാൻ സമയമില്ല, സ്വന്തം ഭർത്താവിലേക്ക് നോക്കാൻ സമയമില്ല. അള്ളാഹുവിന്റെ റസൂൽ അതേ ഒരു ഭാഗത്ത് നിരോധിക്കുന്നു നോട്ടം, ഒരു ഭാഗത്ത് അനുവദിക്കുന്നു. അനുവദിച്ച നോട്ടം നോക്കുമ്പോൾ ഒരുപാട് പ്രയോജനങ്ങൾ, എന്നാൽ നിരോധിച്ച നോട്ടം നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പഠിപ്പിക്കുകയാണ്, കുല്ലു ഐനിൻ ബാക്കിയ, എല്ലാ കണ്ണുകളും നാളെ ആഖിറത്തിൽ കരയും, എല്ലാ കണ്ണുകളും കരയും. ഇല്ല ഐനുൻ, ഒരു കണ്ണൊഴികെ ഗല്ലത്ത് മിൻ മഹാരിമില്ലാ, അല്ലാഹ് നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ കാണാത്ത കണ്ണുകള്, ആ കണ്ണുകൾ നാളെ ആഖിറത്തിൽ കരയേണ്ടി വരികയില്ല. ആ കണ്ണുകളിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് വീഴേണ്ടി വരികയില്ല. റിയാലിറ്റി ഷോ കണ്ടിട്ട് കണ്ണുനീര് പൊഴിക്കുന്ന സഹോദരിമാരെ, സീരിയല് കണ്ടിട്ട് കണ്ണുനീര് പൊഴിക്കുന്ന സഹോദരി, നിന്റെ കണ്ണൊരിക്കലും നാളെ ആഖിറത്തിൽ വറ്റുകയില്ല. നിന്റെ കണ്ണിൽ നിന്നും നാളെ പാരത്രിക ലോകത്ത് ഒരിറ്റ് കണ്ണുനീര്
കണ്ണുനീര് വീഴാതിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, നിന്റെ റിയാലിറ്റി ഷോ അവസാനിപ്പിക്കുക, നിന്റെ സീരിയൽ കാണാൻ അവസാനിപ്പിക്കുക. നീ എല്ലാ ഹറാമുകളും കണ്ടിട്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നമസ്കാര കുപ്പായം അഴിച്ചു വെക്കുന്നതിന് മുമ്പ്, തസ്ബീഹ് നിന്റെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് റിമോട്ട് എടുത്ത് നീ ചാനൽ മാറ്റിയിട്ട് കണ്ട് രസിക്കുന്നില്ലേ? നിന്റെ കണ്ണ് നാളെ ആഖിറത്തിൽ കരയേണ്ടി വരും. എന്നാൽ അല്ലാഹ് ഹറാമാക്കിയിരിക്കുന്ന കാഴ്ച കാണാതെ കണ്ണിനെ സൂക്ഷിക്കുന്ന സഹോദര സഹോദരി, നിന്റെ കണ്ണ് നാളെ ആഖിറത്തിൽ കരയേണ്ടി വരികയില്ല. തീരുമാനിക്കാം, എന്റെ കണ്ണ് നാളെ ആഖിറത്തിൽ കരയണോ വേണ്ടേ? എന്നിട്ടാണ് നാളെ റിമോട്ട് എടുക്കുന്നത് ഞാൻ ചിന്തിക്കേണ്ടത്. ചാനൽ ഇങ്ങനെ മാറ്റി സ്ത്രീകൾക്ക് പ്രത്യേകമായ പരിപാടി അല്ലെ? സ്ത്രീകൾക്ക് പ്രത്യേകമായ പരിപാടി. എത്ര സമയം? 6 മണി മുതൽ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മഗ്രിബും വേണ്ട, ഇശായും വേണ്ട, ഒന്നും വേണ്ട. ഇതിന്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ചാനൽ മാറ്റുക. ഇന്ന് നമ്മുടെ പെണ്ണുങ്ങളുടെ മനസ്സ് എങ്ങനെങ്കിലും എന്റെ മോന്റെ ഒരു മുഖം ഒന്ന് ടിവിയിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി, അതിനുവേണ്ടി മത്സരിക്കുകയാണ്. ഫ്ലാറ്റ് കിട്ടും, മറ്റ് കിട്ടും, അത് കിട്ടും. എന്നിട്ടോ നമ്മുടെ മക്കളെ റിയാലിറ്റി ഷോ അല്ലെ? എന്നിട്ടോ അവിടെ ഇവിടെയും SMS ഇങ്ങനെ അയക്കുക തന്നെ അല്ലെ? മത്സരമാണ്. എങ്ങനെയെങ്കിലും നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33 ചൊല്ലി, അൽഹംദുലില്ലാഹ് 33 ചൊല്ലിയിട്ട് സ്വർഗം എടുക്ക് വരം എന്താണ്? നമ്മുടെ മക്കളെ എങ്ങനെ നരകത്തിലേക്ക് എത്തിക്കാൻ പറ്റും? മത്സരിക്കുകയാണ് മാതാപിതാക്കൾ, മത്സരിക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അതെ, സ്പർശനം. അന്യ പെണ്ണിനെ സ്പർശിക്കുക, അന്യ പെണ്ണിനോട് ചേർന്നിരിക്കുക അപകടമാണ് സഹോദര. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരു പുരുഷൻ ചേർന്നിരിക്കുക ബിഖിൻസീരിൻ മുതനത്തിഖിൻ ബിഹമയിൻ ബിത്തീനിൻ ഔ ഹമ്മത്തിൻ. ഏതെങ്കിലും ഒരു പുരുഷൻ ദുർഗന്ധമുള്ള ചീഞ്ഞുനാറുന്ന ചെളിക്കുണ്ടില് അവിടെ കിടന്നിങ്ങനെ ഇളകി മറിഞ്ഞ് ആ ചെളിക്കുണ്ടിൽ കിടന്നു മറിഞ്ഞ ഒരു പന്നിയോടുകൂടെ ചേർന്നിരിക്കലാണ് ഖൈറുൻ, ഏറ്റവും ഉത്തമം, ലഹു, ആ പുരുഷന്, മിൻ അയ്യസ്ഹമ മൻകിബുഹു മൻകിബ ഇംറാത്തിൻ, അന്യ പെണ്ണിന്റെ, തനിക്ക് കാണാനും സംസാരിക്കാനും സ്പർശിക്കാനും അനുവാദമില്ലാത്ത ഒരു പെണ്ണിനോട് കൂടെ ചേർന്നിരിക്കുക എന്നുള്ളത് ഈ വൃത്തികെട്ട പന്നിയോട് ചേർന്നിരിക്കലാണ് ഏറ്റവും ഉത്തമമായത്. ബീച്ചിലായാലും കൊള്ളാം, ഓട്ടോറിക്ഷയിലാനും കൊള്ളാം, തന്റെ കാറിലാനും കൊള്ളാം, KSRTC ബസ്സിലാനും കൊള്ളാം, ഒരു പെണ്ണിനോട്, അന്യ പെണ്ണിനോട് ഇങ്ങനെ തോളോട് തോള് ചേർന്നിട്ട് അല്ലെ ഇങ്ങനെ ഇരിക്കുക. ഇതിനേക്കാൾ നല്ലത് എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഒരു ചെളിക്കുണ്ടിൽ, കാഷ്ടത്തില്, കറുത്തിരുണ്ട ചീഞ്ഞു നാറുന്ന ചെളിക്കുണ്ടില് ഇങ്ങനെ കടന്നു മറിഞ്ഞ് ചെളിയൊക്കെ പുരണ്ട, കാഷ്ടം പുരണ്ട ഒരു പന്നിയില്ലേ, ആ പന്നിയോട് ചേർന്നിരിക്കുക നിനക്ക് ഏറ്റവും നല്ലത്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു അക്ബർ. ഇന്നത്തെ യുവസമൂഹം അല്ലെ, ഫ്രണ്ട്ഷിപ്പ്. മൊബൈലിലേക്ക് വരുന്നില്ലേ മെസ്സേജ്? എന്താ മെസ്സേജ്? നിങ്ങളെ വിളിച്ചോളൂ, നിങ്ങളുടെ നമ്പർ, ചാറ്റിംഗ്, SMS നമ്പർ കൊടുക്കുക, ഏതെങ്കിലും പെണ്ണെ തിരഞ്ഞെടുക്കുക, വിളിക്കുക, ചാറ്റിങ്ങിലൂടെ വിളിച്ച് പോവുക. നിങ്ങളുടെ നമ്പർ ഞങ്ങൾ വെളിപ്പെടുത്തൂല കേട്ടോ. നല്ല ഈമാന നമുക്ക്, അള്ളാഹുവിലുള്ള ഈമാനേക്കാളും കടുപ്പ നമുക്ക് ഈ എന്റെ നമ്പർ ആർക്കും വെളിവാക്കൂല. അതുകൊണ്ട് ദുനിയാവിൽ ആരും അറിയില്ല ഞാൻ ഏത് പെണ്ണിനെ വിളിക്കണമെന്ന്. നടക്കട്ടെ. അവസാനം ചാറ്റിങ്ങിലൂടെ വളർന്ന് പ്രേമം വളർന്ന് അവസാനം പോകുമ്പോ ആരായിരിക്കും? തന്റെ ഉമ്മാന്റെ പ്രായമുള്ള ഒരു പെണ്ണായിരിക്കും അല്ലെ? സംസാരം നല്ല 16 വയസ്സിലെ പെണ്ണിന്റെ സംസാരമായിരിക്കും അല്ലെ? അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ. അതെ, എല്ലാ കമ്പനിക്കാർക്കും ആവശ്യം നിന്റെ പണം, നിന്റെ പോക്കുള്ള പൈസ. അതിനുവേണ്ടി ഏത് വൃത്തികേടുകളും അത് നന്മയാക്കി കാണിക്കാൻ. അതെ, പൈശാചിനെ കുറിച്ച് അങ്ങനെ തന്നെ പറഞ്ഞത്, സുയ്യിന ലക്കുമുശ് ശൈത്താൻ, പിശാച് നന്നാക്കി തീർക്കും നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം. നിങ്ങൾ അതിനിപ്പോ എന്താ കുഴപ്പം? ഈ ആധുനിക 121 നൂറ്റാണ്ടല്ലേ, അപ്പൊ ഒരു ഫോം വിളിച്ച എന്താ കുഴപ്പം? എന്റെ പൊന്നു സഹോദരന്മാരെ, യുവതി യുവാക്കളെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടൊരു കാര്യം, അർശിന്റെ തണല് കിട്ടാൻ, അള്ളാഹുവിന്റെ തണല് കിട്ടാൻ ഒരു വഴി, റജുലുൻ, ഒരു യുവാവാണ്, ഒരു പുരുഷൻ, ദഅത്ത് ഇംറഅത്തുൻ, ഒരു പെണ്ണ് അവനെ ക്ഷണിക്കുന്നു, ലാതു ജമാലിൻ, നല്ല സൗന്ദര്യവതിയ ഗ്ലാമർ താരമാണ്, വമൻസബിൻ, നല്ല തറവാടുള്ള പെണ്ണാണ്,
കുലമഹിമയുള്ള സൗന്ദര്യവതിയ ഒരു പെണ്ണ് യുവാവെ നിന്നെ ക്ഷണിക്കുന്നു അവിഹിത ബന്ധത്തിന് വേണ്ടി. അപ്പോൾ ഫയഖൂല പുരുഷൻ പറയുകയാണ് ഇന്നി യഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറയുന്ന യുവാവെ, നിനക്ക് നാളെ അർശിന്റെ തണലുണ്ട്, അള്ളാഹുവിന്റെ തണലുണ്ട്. ആധുനിക നൂറ്റാണ്ടിൽ സൈബർ യുഗത്തില്, ഇന്റർനെറ്റ് യുഗത്തില് ഞാൻ ഈ ഹദീസിന് അർത്ഥം പറയട്ടെ സഹോദര, ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ മൊബൈലിലേക്ക് SMS അയച്ചാൽ, ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ മൊബൈലിലേക്ക് അറിയാതൊരു നമ്പർ പാസ് ചെയ്താൽ, ആ നമ്പർ കാണുമ്പോൾ, SMS കാണുമ്പോൾ നീ പറയണം എന്റെ ബാപ്പ കണ്ടില്ലെങ്കിലും, എന്റെ കൂട്ടുകാരൻ കണ്ടില്ലെങ്കിലും, എന്റെ അനുജന്മാർ കണ്ടില്ലെങ്കിലും, ആര് കണ്ടിട്ടില്ലെങ്കിലും എന്റെ അല്ലാഹ് കാണുന്നുണ്ട്. ഇന്നി യഖാഫുല്ലാ, പെണ്ണ് നിനക്ക് തിരിച്ച് SMS അയക്കാൻ എനിക്ക് അനുവാദമില്ല, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു. നിനക്ക് തണലുണ്ട്, നിനക്ക് തണലുണ്ട് വേണം, എനിക്ക് നിന്നെയല്ല ആവശ്യം പറയുന്നു എങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ പ്രത്യേകമായ തണല് കിട്ടും. ഉണ്ട് സഹോദര, നോട്ടത്തെ നിയന്ത്രിക്കുന്നു, സ്പർശനം വേണ്ട. എന്തിന്? അല്ലാഹു അക്ബർ. ഇങ്ങനെ നോട്ടം ഉപേക്ഷിച്ച്, സ്പർശനം ഉപേക്ഷിച്ച്, പ്രണയത്തിൽ കൂടാതെ നിന്റെ സ്വന്തം ജീവിതം നീ പാതിവൃത്യത്തോടുകൂടി ആക്കി തീർത്താൽ നിനക്ക് അല്ലാഹ് തരും നല്ല പെണ്ണിനെ. ആ പെണ്ണിനെ കുറിച്ച് കേൾക്കണം നിങ്ങൾക്ക്. ആ പെണ്ണിനെ കുറിച്ച് കേൾക്കണോ? അതും കൂടി അവർ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. പറയട്ടെ, ആ പെണ്ണിനെ കുറിച്ച് അല്ലാഹ് പറയുന്നത് അറിയാവോ? നിങ്ങളുടെ നോട്ടത്തെ നിയന്ത്രിച്ച് സ്പർശിക്കാനും പോകുന്നില്ല. നിങ്ങൾ അല്ലാഹ് കാണുമെന്ന ബോധത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന യുവാക്കളെ, യുവതികളെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഇണകൾ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ലില്ലദീനത്തഖൗ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്കുണ്ട് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, കീഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ തോപ്പുകളുണ്ട്. വഅസ്വാജുൻ മുതഹ്ഹറ, വഅസ്വാജുൻ മുതഹ്ഹറ, പരിശുദ്ധവതികളായ ഇണകളുണ്ട്. ദുനിയാവിലെ പെണ്ണുങ്ങളെ തൊടാനും പോകുന്നില്ല, സംസാരിക്കാനും പോകുന്നില്ല, അവരെ കമന്റ് അടിക്കാനും പോകുന്നില്ല, അവർക്ക് SMS അയക്കാനും പോകുന്നില്ല, ഒന്നുമില്ല. നീ ജീവിതം പരിശുദ്ധപ്പെടുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നിനക്ക് നാളെ ആഖിറത്തിലെ പെണ്ണ് ഏതെന്നറിയുമോ? അവൾ പരിശുദ്ധവതിയാണ്, പരിശുദ്ധവതിയാണ്. അവളുടെ സൗന്ദര്യം എങ്ങനെയാ? ഖുർആൻ പറയാൻ കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, കഅന്നഹുന്ന ബീളും മക്നൂൻ, കഅന്നഹുന്ന ബീളും മക്നൂൻ. സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇണകള്, ആ ഭാര്യമാര് അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആരുമാവട്ടെ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ സൗന്ദര്യം കഅന്നഹുന്ന, അവരാരെ പോലെയാണ്? അൽ യാഖൂതു വൽ മർജാൻ, പവിഴങ്ങളെ പോലെ, മുത്തുകളെ പോലെ തിളങ്ങുന്ന സൗന്ദര്യവതികളാണ്. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, പ്രത്യേകമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മുത്തുകളെ പോലെ. കഅന്നഹുന്ന ബീളും മക്നൂൻ, സുരക്ഷിതമായ സ്ഥാനത്ത് സൂക്ഷിക്കപ്പെട്ട മുട്ടകളെ പോലെ. ഒരു പോറലുമില്ല, ഒരു പോറലുമില്ല. സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവങ്ങളാണ്. ഖൈറാത്തുൻ ഹിസാൻ, ഖൈറാത്തുൻ ഹിസാൻ, അവർ സുഹൃതവതികളാണ്, സൗന്ദര്യത്തിന്റെ അങ്ങേ അറ്റത്ത് എത്തിയവരാണ്. വീണ്ടും ഖുർആൻ ഖാസിറാത്തുത് തർഫീൻ, ഖാസിറാത്തുത് തർഫീൻ, നയനങ്ങളെ സൂക്ഷിക്കുന്നവരാണ്, സൂക്ഷിക്കുന്നവരാണ്, വിശാല നേത്രകളാണ്. വകവായിബ അത്റാബ, വകവായിബ അത്റാബ, ഭർത്താക്കന്മാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെണ്ണാണ്. ഭർത്താവ് നാട്ടിലില്ലെങ്കിലും ജോലിക്ക് പോയാലും തന്റെ ശരീരം അന്യപുരുഷന്മാർക്ക് പങ്കുവെക്കാനോ അല്ലെങ്കിൽ കൊഞ്ചിക്കുഴയാനോ സല്ലപിക്കാനോ മെനക്കെടാതെ അവളുടെ സ്വന്തം ഭർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെണ്ണാണ്. അത്റാബ് സമപ്രായക്കാരുമാണ്.
ഭർത്താവിനും വയസ്സ് 33, ഭാര്യയ്ക്കും വയസ്സ് 33. സ്വർഗവാസികളുടെ വയസ്സ് എങ്ങനെയാണ്? അവിടെ ആരും കളവന്മാരൊന്നുമില്ല അവിടെ എല്ലാവർക്കും 33 വയസ്സ്. ശരി, അത്തറാം. വീണ്ടും അല്ലാഹു പറയണം അവരെ കുറിച്ച്, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിമാൻ. ഹൂറുൻ മഖ്സൂറാത്തും ഫിൽ ഖിയാം, കൂടാരങ്ങളിൽ ഖൈമകളിൽ നിയന്ത്രിക്കപ്പെട്ട വെളിയിലേക്ക് ചുറ്റിക്കറങ്ങാതെ തണ്ടി നടക്കാതെ സൗന്ദര്യവതികളാണ്, തരുണീമണികളാണ്. വീണ്ടും പരിശുദ്ധമായ ഖുർആൻ, ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹു വലാ ജാൻ, ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹു വലാ ജാൻ. മനുഷ്യവർഗത്തിൽപ്പെട്ടതോ ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരാളും അവളെ സ്പർശിച്ചിട്ടില്ല സഹോദര. ഇന്ന് നിനക്ക് SMS അയക്കുന്ന പെണ്ണ് 110 യുവാക്കൾക്ക് വേറെ അയച്ചതാ. പിന്നെ നീ സ്പർശിക്കാൻ പോകുന്ന പെണ്ണോ പലരും സ്പർശിച്ചു പോയതാണ്. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ തരാനിരിക്കുന്ന പെണ്ണോ ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. മനുഷ്യവർഗത്തിൽപ്പെട്ടതോ ജിന്ന് വർഗത്തിൽപ്പെട്ടതോ ഒരിക്കലും ഇതിനു മുമ്പ് തൊട്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള നല്ല പരിശുദ്ധവതികളായ പെണ്ണിനെ വേണോ ചുവാക്കളെ നിങ്ങൾക്ക്? പരിശുദ്ധവാന്മാരായ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് വേണോ യുവതികളെ? എങ്കിൽ ദുനിയാവിൽ നോട്ടം നിർത്തിൻ, സ്പർശനം നിർത്തിൻ, SMS പങ്കുവെക്കൽ നിർത്തിൻ, ചാറ്റിംഗ് നിർത്തിൻ. നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് നടക്കിൻ. നിങ്ങൾക്ക് അള്ളാഹു തആല നൽകുന്ന ഭർത്താക്കന്മാർ, ഭാര്യമാർ, അവരിലൂടെ നിങ്ങളെ പാതിവൃത്യം, നിങ്ങളെ ചാരിത്രം കാത്തു സൂക്ഷിക്കിൻ ഇൻഷാ അള്ളാഹ്. എന്നാൽ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാം. ഇന്ന് എന്റെ യുവതീ യുവാക്കളും അവരുടെ ജീവിതം ഇങ്ങനെ നശിക്കാനുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കണം. യുവത്വം അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപനങ്ങൾ വ്യതിചലിക്കാനുള്ള കാരണം എന്ത്? യുവതികൾ അവർ സന്മാർഗം വിട്ടിട്ട് മോശമവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണയാണ്. എന്താ ധാരണ? അല്ലാഹ് തന്നെ ചോദിക്കുന്നുണ്ട്, എന്റെ ഇന്നത്തെ യുവതി യുവാക്കളുടെ വിചാരം എന്താണ്? വമാ ലന്നുകും ബിറബ്ബിൽ ആലമീൻ, വമാ ലന്നുകും ബിറബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ പടച്ച തമ്പുരാനെ കുറിച്ച് നിങ്ങളുടെ വിചാരം എന്താണ്? യുവതികളെ, യുവാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പൊന്നു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എന്താ നിങ്ങളുടെ വിചാരം അല്ലാഹുവിനെ കുറിച്ച്? എന്താ വിചാരിച്ചിരിക്കുന്നത്? അല്ലാഹു തന്നെ പറയട്ടെ. അല്ലാഹു തന്നെ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് വിചാരിക്കുന്ന വിചാരം, ലനൻതും അന്നല്ലാഹ് ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് വിചാരിക്കുന്ന വിചാരം, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ബഹുഭൂരിപക്ഷം കാര്യങ്ങളും പടച്ചോൻ അറിയുന്നില്ല എന്നാണ്. എന്നെ പഠിച്ചോന്നറിയും, ഞാൻ നിസ്കാരത്തിൽ കൈകെട്ടും മാത്രം അല്ലാഹ് അറിയും. മദ്രസയിലേക്ക് ഫർദ് ഇട്ട് പോകുമ്പോൾ മാത്രം അല്ലാഹ് അറിയും. പിന്നെയോ അല്ലാഹ് സദഖ കൊടുക്കുമ്പോൾ അല്ലാഹ് അറിയും, പലിശ വാങ്ങിക്കുമ്പോൾ അല്ലാഹ് അറിയില്ല. അവിടെ നിസ്കാരത്തിൽ അല്ലാഹനെ പേടിക്കും, പലിശ വാങ്ങിക്കുമ്പോൾ അല്ലാഹനെ പേടി ഉണ്ടാവില്ല. പിന്നെയോ മദ്രസയിൽ പോകുമ്പോൾ നല്ല ഫർദ് ഇട്ടിട്ട് സുന്ദരിയായിട്ട് നല്ല അച്ചടക്കത്തോട് പോവും. അതേ പെണ്ണ് സ്കൂളിലേക്ക് പോകുമ്പോൾ തുണിയും വെച്ചിട്ടും പോകും. കാരണം എന്തേ? ഞാൻ മദ്രസയിലേക്ക് കിതാബ് പിടിച്ചു പോകുമ്പോൾ മാത്രം മുസാഫ് കയ്യിലുണ്ടാകുമ്പോൾ അല്ലാഹ് കാണും, അല്ലെങ്കിൽ കാണൂല. ലനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളിൽ ബഹുഭൂരിവശവും അല്ലാഹ് അറിയുന്നില്ല എന്ന നിങ്ങളുടെ ധാരണയില്ല, നിങ്ങളുടെ വിചാരമില്ലേ? ذَلِكَ رَدَاكُمْ. ആ വിചാരമാണ് നിങ്ങളെ വിപത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത്, നാശത്തിന്റെ ഗർത്തത്തിലേക്ക് നിങ്ങൾ അവധിക്കാണ് കാരണം. ഖുർആൻ ശരിയല്ലേ? ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മനസ്സ് പറഞ്ഞങ്ങനല്ലേ? ഞാൻ എന്ത് നല്ലത് ചെയ്താലും അല്ലാഹ് കാണാനോ? എന്താ ഉസ്താദ് പറയണത്? അല്ലാഹ്ക്ക് ഇപ്പൊ എന്റെ ചെറിയ പുറത്ത് നോക്കാന സമയം? ആകാശമുണ്ട്, ഗാലക്സി ഉണ്ട്, സൂര്യൻ, ചന്ദ്രൻ, പിന്നെ കടല്, വലിയ വലിയ കാര്യം നോക്കുന്ന അല്ലാഹ് എന്റെ ഈ നോട്ടൊക്കെ നോക്കാനാണ്. ഈ റോഡിൽ കൂടുതൽ പോകുന്ന ഏതൊരു പണി നോക്കിയാൽ ചെറിയ നിസ്സാരമായ അള്ളാഹ്ക്ക് ശ്രദ്ധിക്കാൻ സമയണ്ട. അള്ളാഹ്ക്ക് ശ്രദ്ധ എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. ഗാലക്സികളും ഗോളങ്ങളും ചന്ദ്രനും സൂര്യനും ഭൂമിയും അതിന്റെ കറക്കവും പിന്നെ മൃഗങ്ങൾ, ഇതിനൊക്കെ നോക്കണ്ടേ? ആ നോക്കിന്റെ ഇടക്ക് ഞാൻ ഈ പെണ്ണിന് SMS കൈമാറുന്നൊക്കെ നോക്കുവോ?
അല്ലാഹു പറയുന്നു, അതേ പൊന്നുമോനെ, റബ്ബിക്കും, നിന്റെ റബ്ബിനെ കുറിച്ച് തെറ്റായി ധരിച്ചില്ലേ, ആ ധാരണയാണ് അർദാക്കും, നിന്നെ നാശത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ ഫഅസ്ബഹു മിനൽ ഖാസിരീൻ, അവൻ നഷ്ടവാളിയായി. എല്ലാ ഡ്രസ്സും പോയി. ഏതോ ഒരു പെണ്ണിനോട് പ്രേമം കാണിച്ചു, ഏതോ ഒരു യുവാവിനോട് പ്രേമം കാണിച്ചു, അങ്ങനെ പ്രേമിച്ചു, അവസാനം നൊന്തു പ്രസവിച്ച മാതാവിനെയും തള്ളി, തനിക്ക് വേണ്ടി കഠിനാധ്വാനിച്ച് ലക്ഷങ്ങൾ കെട്ടിവെച്ചിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോറ്റി വർത്തിയ ബാപ്പ, ആ ബാപ്പയെ മറന്ന് പാതിരാക്കി ഏതോ ഒരുവന്റെ SMS കുടുങ്ങിട്ട് ഐക്യനിൽ കുടുങ്ങിട്ട് ഓടിപ്പോവുകയാണ്. അവൻ നാശത്തിന്റെ ഗർത്തത്തിലേക്ക്. മിനൽ ഖാസിരീൻ, ദുനിയാവിലും നഷ്ടം, ആഖിറത്തിലും നഷ്ടം. വീണ്ടും അല്ലാഹു ചോദിക്കാൻ, അം യഹ്സബൂൻ, എന്റെ പൊന്നു യുവാക്കളെ, യുവതികളെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അം യഹ്സബൂന അല്ലാ നസ്മാ ഖൗലഹും, എന്റെ യുവതലമുറകളെ നിങ്ങൾ വിചാരിക്കുന്നുവോ, അല്ലാ നസ്മാ ഖൗലഹും, നിങ്ങൾ പറയുന്ന വാക്കുകൾ അല്ലാഹു കേൾക്കുന്നില്ല എന്ന്? പാതിരാ നേരത്ത് ബാത്റൂമിൽ കയറിയിട്ട് ടാപ്പ് തുറന്നിട്ട് ശബ്ദമുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാരനോട് സംസാരിക്കുന്ന പെണ്ണ്, കടന്നുറങ്ങുന്ന മാതാപിതാക്കൾ കേൾക്കുന്നില്ലെങ്കിലും അല്ലാഹു കേൾക്കുന്നില്ല നീ വിചാരിക്കുന്നുണ്ടോ അല്ലേ? രാത്രി 12 മണിയായി, മകളുടെ റൂമിൽ ലൈറ്റ്, സംസാര ശബ്ദം കൊണ്ട് കേൾക്കണ്ട, ബാത്റൂമിൽ കയറുക, പൈപ്പ് തുറന്നിടുക, സംസാരം. മോൾക്ക് അല്ലെങ്കിൽ മോൻക്ക് വയറിളക്കം പിടിച്ചെന്ന് മാതാപിതാക്കൾ അല്ലേ? സംസാരം. അല്ലാഹു ചോദിക്കാൻ, അം യഹ്സബൂൻ, അവര് വിചാരിക്കുന്നു, അല്ലാ നസ്മാ ഖൗല സിർറഹും വനജ്വാഹും, അവരുടെ രഹസ്യങ്ങൾ, അതിനിഗൂഢതകൾ അല്ലാഹു അറിയില്ല എന്ന്. ബലാ, അതെ, വറുസുലുനാ ലദൈഹിം യക്തുമൂൻ, വറുസുലുനാ, നമ്മുടെ ദൂതന്മാർ, അല്ലാഹുവിന്റെ മാലാഖമാർ, ലദൈഹിം, അവരെവിടെയായാലും കൊള്ളാം, അവിടെ ഇരുന്നു കൊണ്ട് യക്തുമൂൻ, എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നു. നീ SMS വേണ്ടി എന്താണ് അടിക്കുന്ന ഓരോ വാക്കും ക്ലിയർ, നിന്റെ നന്മതിന്മേത് രേഖത്തിൽ ആയി. നീ എത്ര രഹസ്യമായി ഫോണിൽ കൂടി ആരോട് എന്ത് സംസാരിച്ചാലും എല്ലാം ഓക്കെ. നിന്റെ നാക്കിലൂടെ ആരോട് ഏത് രാത്രിയിൽ ഏത് ഭാഷയിൽ പറഞ്ഞാലും പൊന്നുമോളെ, നിന്റെ 2 ഭാഗത്തടത്തും വലത്തും ലദൈഹി റഖീബുൻ വഅതീദ്, ആ വായിൽ നിന്ന് മുതിർന്നു വീഴുന്ന വാക്കുകൾ പെറുക്കിയെടുക്കാൻ റഖീബും അതീദും ഉണ്ടെന്ന ബോധം നിനക്കുണ്ടാവണം അല്ലേ? നിങ്ങളുടെ വിചാരം എന്താണ്? നാട്ടുകാരും അറിയേണ്ടതില്ല, അറിയാതിരുന്നാ മതി. നാട്ടുകാരും അറിയരുത്, എന്റെ ബാപ്പിയമ്മയും അറിയരുത്, കുടുംബക്കാരും അറിയരുത്, പള്ളി കമ്മിറ്റിയും അറിയരുത്, നാട്ടുകാരൊന്നും അറിയണ്ട. പിന്നെയോ അള്ളാഹിനെ പറ്റി ചിന്തയില്ല. അള്ളാഹ് ചോദിക്കുന്നു, ജനങ്ങളിലും നിങ്ങൾ മറക്കുന്നു പൊന്നുമക്കളെ, ജനങ്ങളിലും നിങ്ങൾ മറക്കുന്നു. നിങ്ങളുടെ എല്ലാ സീക്രട്ടുകളും ജനങ്ങൾ അറിയണ്ട. അല്ലാഹുവിൽ നിന്നും മറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹ് അറിയുന്ന ചിന്തയില്ല. ജനങ്ങൾ അറിയരുത്, നാട്ടുകാരറിയരുത്. ഞാൻ ഏത് ആഭാസത്തരം കാണിച്ചാലും നാട്ടുകാരറിയണ്ട, അവരുടെ മുമ്പിൽ മാന്യൻ. പിന്നെയോ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിന് മറക്കാൻ തയ്യാറാവുന്നില്ല. വഹുവ മഅഹും, എന്നാൽ ആ അള്ളാഹ് അവരോടൊപ്പമുണ്ട്. എപ്പോൾ? ഇദ് യുബയ്യിതൂൻ, രാത്രി കാലങ്ങളിൽ നിഗൂഢമായി പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് വാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങൾ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. രാത്രികാലങ്ങളില്, രാത്രിയുടെ ഇരുട്ടില് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, വാക്കുകളിലൂടെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ, എന്റെ സഹോദര, നീ ജനങ്ങളെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിന്നോടൊപ്പമുണ്ട് കേട്ടോ. അള്ളാഹ് നിന്നോടൊപ്പമുണ്ട് കേട്ടോ, മറക്കണ്ട, നീ മറന്നു പോകണ്ട. അള്ളാഹ് പറയുന്നു, വകാനല്ലാഹു ബിമാ യഅമലൂന മുഹീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചെയ്തു കൂട്ടുന്ന സർവ്വ കാര്യങ്ങളെയും വലയം ചെയ്യുന്നവനാണ്. അവന്റെ അറിവിൽപ്പെടാതെ,
അവന്റെ ദൃഷ്ടിയിൽപ്പെടാതെ എന്റെ പൊന്നു യുവ സമൂഹമേ ഒന്നും പറയാൻ കഴിയൂല കേട്ടോ, ഒന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് ഏത് വീക്കിലീസ് ആണെങ്കിലും ശരി, ഏത് ടഹൽക്കിയാണെങ്കിൽ ശരി, ഏത് ഒളിക്യാമറയാണെങ്കിൽ ശരി, ഏത് ഫോൺ ചേർത്തനാണെങ്കിലും ശരി, ഇതൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. ഒരു വീക്കിലീസിന്റെയും ആവശ്യം അള്ളാഹ്ക്കില്ല നിന്റെ രഹസ്യം ചോർത്താൻ. ഒരു ടഹൽക്കയുടെയും ആവശ്യം അള്ളാഹ്ക്കില്ല നിന്റെ രഹസ്യം ചോർത്താൻ. ഒരു മൊബൈൽ ഫോൺ ഒളിക്യാമറയുടെയും ആവശ്യമില്ല നിന്റെ രഹസ്യം ചോർത്താൻ. നിന്റെ രഹസ്യം ചോർത്താൻ, നിന്റെ ഫോൺ കോൾ ചോർത്തേണ്ട ആവശ്യം അള്ളാഹ്ക്കില്ല. കാരണം എന്തേ? നിന്റെ നാക്കും നിന്റെ ശരീരവും നിന്റെ കൈകാലുകളും നിന്റെ തൊലി വരെ അള്ളാന്റെ മുമ്പിൽ നാളെ ആഖിറത്തിൽ സാക്ഷിയാണ്. മാത്രമല്ല സഹോദര, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമിയുടെ ഏത് തൊലിപ്പുറത്ത് വെച്ചാണോ നീ എന്തൊക്കെ പറഞ്ഞത് ചെയ്തു കൂട്ടിയത്, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ഭൂമിയുടെ തൊലിപ്പുറം നാളെ പടച്ചവന്റെ മുമ്പിൽ വെച്ച് പറയും, അള്ളാഹ് എന്റെ മുമ്പിൽ വെച്ച് എന്റെ മുകളിൽ വെച്ചാണ് മദ്യക്കുപ്പി പിടിച്ചത്, എന്റെ പുറത്ത് തൊലിപ്പുറത്ത് വെച്ചാണ് ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചത്, അള്ളാഹ് നീ ഇവൻ ലോട്ടറി എടുത്തത്, നിനക്ക് ഇഷ്ടപ്പെടാത്ത സർവ്വഹാറാമുകളും ചെയ്തു കൂട്ടിയത് എന്റെ തൊലിപ്പുറത്ത് വെച്ചിട്ടാണ് അള്ളാഹുവേ, എന്റെ തൊലിപ്പുറത്ത് വെച്ചിട്ടാണ് അള്ളാഹുവേ. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ അല്ലേ? വീക്കിലീസിന്റെ അതിനിഗൂഢമായ രഹസ്യം പുറത്തേക്ക് വന്നപ്പോൾ പക രാഷ്ട്രന്മാരൻ തലകുനിച്ചു, നാണം കെട്ടു, അവരെ ദേഷ്യം പിടിച്ചു അല്ലേ? എന്നാൽ എന്റെ പുണ്യ സഹോദര, എന്റെയും നിങ്ങളുടെയും രഹസ്യം ഒരു നാൾ പരസ്യമാക്കും പടച്ചോൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എന്റെ പൊന്നു യുവാക്കളെ, യുവതികളെ, നമ്മുടെ യുവത്വം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ആഖിറത്തിന് വേണ്ടിയിട്ടാണ്, നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണല് നേടാൻ വേണ്ടിയിട്ടാണ്, സ്വർഗത്തിന്റെ സുഖാനുഭൂതികൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന് വേണ്ടി യുവത്വം ചെലവാക്കുക, സ്വർഗത്തിന് വേണ്ടി സുലഭം ചെലവാക്കുക. അതുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന യുവത്വം അത് വലിയ അനുഗ്രഹമെന്ന് മനസ്സിലാക്കി നാം മറ്റുള്ളവന്റെ ദുനിയാവിന്റെ സുഖത്തിന് വേണ്ടി നമ്മുടെ ആഖിറം നശിപ്പിക്കല്ലേ. അതുകൊണ്ട് എന്റെ പൊന്നു യുവതി യുവാക്കൾ, അള്ളാഹു താല യുവത്വം എന്തിനു വേണ്ടി തന്നോ അതിനു വേണ്ടി ചെലവാക്കിൻ. ആർക്ക് വേണ്ടി വിനിയോഗിക്കാൻ പറഞ്ഞോ അവർക്ക് വേണ്ടി വിനിയോഗിക്കിൻ. അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.